രാവിലത്തെ ചോറല്ല ചായയും കടികളൊക്കെ ആയതിന് ശേഷം നമ്മൾ വേഗം തുണി നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടു. എന്നതിന് ശേഷം നമ്മൾ അത് ഒന്ന് വിരിച്ചിടാൻ വേണ്ടി മുകളിലോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം തുണികളുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിരുന്നു അലക്കിയിട്ടപ്പോൾ. ഇന്നലത്തെ അമ്പല ദർശനമൊക്കെ കൂടെ കഴിഞ്ഞതിൻ്റെയൊക്കെ തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഒന്ന് വെയിലിട്ട് ഇട്ടു. നന്നായിട്ട് മഴക്കാറുണ്ട്, പക്ഷേ പെയ്യില്ലെന്നൊന്നും അറിയില്ല. എന്നാലും ഉള്ള വെട്ടത്തിൽ ഒന്ന് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ എന്ന് കരുതി. അപ്പോൾ വേഗം അതൊക്കെ കഴിഞ്ഞ് താഴെ വന്നതിന് ശേഷം ഞാൻ ഇന്നലെ വരുമ്പോൾ 1 കിലോ മാങ്ങ വാങ്ങിയിട്ടുണ്ട്. നല്ല പച്ചമാങ്ങ കണ്ടുട്ടോ. അത് തമിഴ്നാടൻ സേലൻ മാങ്ങയാണ് തോന്നുന്നു. തൊലിയൊക്കെ കട്ടിയുണ്ട്, ഇച്ചിരി തൊലിക്കൊക്കെ ഇച്ചിരി കയ്പ്പൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാങ്ങ അത്യാവശ്യം പുളിയൊക്കെ ഉള്ള മാങ്ങയാണ്. അപ്പോൾ കൊള്ളാം. 2 മാങ്ങ കിട്ടിയുള്ളൂ 1 കിലോ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഉള്ളതാവട്ടെ എന്ന് കരുതി, എന്തെങ്കിലും ഒരു സൈഡായിട്ട് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അത് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ മുറിച്ചൊക്കെ വെച്ചിട്ട് ഇച്ചിരി വിനാഗിരിയും ഉപ്പും പുരട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ ഒരു കറുത്ത കളർ വരും. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചത്. അപ്പോൾ മിക്സിയല്ല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് താഴെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇഞ്ചി ഒന്ന് എൻ്റെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ വെളുത്തുള്ളി കുറച്ച് ഞാൻ തൊലി കളഞ്ഞു കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഞാൻ തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേകതയാണ്. എന്നിട്ട് അത് രണ്ടും നമ്മൾ നല്ല എണ്ണയിൽ കടുക് വറുത്തതിന് ശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തോട്ടിട്ട് വഴറ്റി, കൂടെ നമ്മുടെ വീടിന് ചുറ്റും പച്ച കാന്താരിയുണ്ട്, വെളുത്ത കാന്താരിയുണ്ട്. അപ്പോൾ അത് രണ്ടും അത്യാവശ്യം ഉണ്ടായിരുന്നതെല്ലാം ഞാൻ എടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയെടുത്തു. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. ബാക്കി അത്രയും ഞാൻ കാശ്മീരി ചില്ലിയാണ് കളർ വേണ്ടുള്ളൂ. കാരണം ഈ കാന്താരി മുളകിന് അത്യാവശ്യം എരിവുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടെ കടുക് ഉലുവ വറുത്ത് പൊടിച്ചിട്ടു വെച്ചു. എന്നിട്ട് പിന്നെ നേരെ നമ്മുടെ മുറിച്ച് വെച്ച അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഇതിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ നന്നായിട്ട് കുറച്ചധികം കായം മുകളിൽ നിൽക്കണം. അച്ചാറെന്ന് പറയുമ്പോൾ തന്നെ കായമാണല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് കൂട്ടി ഇനി ഉച്ചയ്ക്കൊരു കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.